ചീഫ് സെക്രട്ടറി ആയിരുന്ന എ ജയതിലകിന് യാത്രയയപ്പ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ആ ചടങ്ങിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ കാലാവധി പൂർത്തിയാക്കി എ ജയതിലക് പടിയിറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് നൽകാൻ ആണ് സർക്കാരും എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് യാത്രയയപ്പ് അദ്ദേഹത്തിന് നൽകുന്നത്. വർഷങ്ങളുടെ സർവീസ് അവസാനിപ്പിച്ചുകൊണ്ട് സുനിഷ അയ്യല്ലൂർ ചേരുന്നു. സുനിഷ, അങ്ങനെ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യാത്രയയപ്പ് ജയതിലകിന് നൽകുന്നു. അതേ റോഷ്നി, മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും അടക്കം എത്തിക്കൊണ്ട് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ യാത്രയയപ്പ് നൽകുകയാണ്. അല്പസമയം മുമ്പ് യാത്രയയപ്പിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞു. നിലവിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ യാത്രയയപ്പിന് ശേഷമുള്ള ചില ആളുകളെല്ലാം സംസാരിക്കുന്ന കാഴ്ചയാണ്. ഒരു പക്ഷേ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഇന്ന് വിരമിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ഇന്ന് തന്നെ ചുമതല ഏൽക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. 35 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം വിരമിക്കുന്നു. അദ്ദേഹം തൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ യാത്രയയപ്പ് ചടങ്ങിൽ പ്രസംഗിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ രാജൻ കൊബ്രയുടെയും ഇന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിനുമുള്ള യാത്രയയപ്പ് തന്നെയായിരുന്നു ഇന്ന് കണ്ടിരുന്നത്. വലിയ തരത്തിൽ മുഖ്യമന്ത്രിയും ഈ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന സേവനത്തിന് അദ്ദേഹത്തെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു, ആശംസ അറിയിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്നത്തെ ചടങ്ങിൽ സംസാരിച്ചിരുന്നത്. ഒപ്പം ജയതിലകും അത് തന്നെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാറി മാറി വരുന്ന സർക്കാർ മാറി വന്നാലും തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏത് രീതിയിലായിരുന്നു എന്നതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹവും ഇന്ന് പ്രസംഗത്തിൽ സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ്. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. 3 മണിയോടുകൂടി തന്നെ ഈ ദർബാർ ഹാളിലാണ് ഈ ചടങ്ങ് ആരംഭിച്ചിരുന്നത്. ഏതായാലും ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന വിശ്വനാഥ് സിൻഹ ഇന്ന് വൈകുന്നേരം തന്നെ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിനുശേഷമുള്ള, അതായത് യാത്രയയപ്പിന് ശേഷമുള്ള ആളുകളുമായെല്ലാം സംസാരിക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ ആളുകൾ, മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയൊരു ചായ കുടിക്കൽ ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിനുശേഷം സ്വാഭാവികമായും പുതിയ ചീഫ് സെക്രട്ടറി ചുമതല ഏൽക്കുകയും ചെയ്യും. ദർബാർ ഹാളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. 35 വർഷത്തെ തൻ്റെ സേവനത്തിൽ തൻ്റെ ചില അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് പ്രസംഗിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ, ഒരുപക്ഷെ അവരുടെ കൂടെ തന്നെ പ്രതികരണങ്ങൾ തേടാൻ നോക്കുമെന്ന് തോന്നുന്നു. പക്ഷേ അവരെല്ലാം മറ്റ് ആളുകളുമായി സംസാരിക്കുന്ന തിരക്കിലാണ്. അല്പസമയത്തിനകം തന്നെ അവരുടെ പ്രതികരണങ്ങളെല്ലാം തേടുന്നതാണ്. റോഷ്നി, ശരി, സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്. 35 വർഷത്തെ സർവീസിന് ശേഷമാണ് എ ജയതിലക് വിരമിക്കുന്നത്. ദർബാർ ഹാളിലാണ് ചടങ്ങ്.